അറിഞ്ഞോ അറിഞ്ഞോ നമ്മളെ ഗഫൂറിനെ പോലീസ് പിടിച്ചു. ഗഫൂറിനെ പോലീസ് പിടിച്ചാ? നീ ഉള്ളത് തന്നെയാണോ മൊയ്തീനെ പറയുന്നത്? എന്താ കുറ്റോ? പിടിച്ചു പറയോ, കൊള്ളയോ, കൊലയോ? അതൊന്നുമല്ല, എന്തോ പെൺവിഷയാണെന്നാ കേട്ടത്. പെൺവിഷയോ? ഗഫൂർ അങ്ങനെ ഒരാളായിരുന്നു? ഞാനിത് വിശ്വസിക്കൂല. ഇതിലെന്തോ ചതിയുണ്ട്. വാടാ മൊയ്തീനെ, നമുക്കൊന്ന് സ്റ്റേഷൻ വരെ പോവാം. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. എന്താ കാര്യം? ഞങ്ങള് ഗഫൂറിന്റെ സുഹൃത്തുക്കളാ. ഏത് ഗഫൂർ? എവിടുത്തെ ഗഫൂർ? ലോക്കപ്പിലെ ഗഫൂർ. ലോക്കപ്പിലെ ഗഫൂറോ? അങ്ങനെ ഒരാളെ എനിക്ക് പരിചയമില്ലല്ലോ. ലോക്കപ്പ് എന്നത് വീട്ടുവരാ? അവര് നമ്മളെ സുഹൃത്തുക്കളാണ് സാർ. ഓ, ഈ ലോക്കപ്പിലെ ഗഫൂർ. അതെ സാർ, ഞങ്ങളൊന്ന് ഗഫൂറിനോട് സംസാരിച്ചോട്ടെ? വേഗം സംസാരിച്ചോ. എടാ ഗഫൂർ, എന്താ പ്രശ്നം? അത് കെട്ടിയൊക്കെ ഒരു ഉമ്മ കൊടുത്തു, അതാണ് പ്രശ്നം. ഇതാണോ ഇത്ര വലിയ കുറ്റം? അതെ എസ് ഐ സാറേ, ഇതൊരുമാതിരി വല്ലാത്ത ഏർപ്പാടായി പോയി. എസ് ഐ ആണെന്ന് കരുതി നാട്ടിൽ ചോദിക്കാനും പറയാനും ആരും ഇല്ലെന്ന് നിങ്ങൾ വിചാരിക്കരുത്. കെട്ടിയൊക്കെ ഒരു ഉമ്മ കൊടുത്തതിന് ഒരാളെ പിടിച്ച് ലോക്കപ്പിലിടുക. മൊയ്തീനെ വേണ്ട. നീ ഒന്നും മിണ്ടാതിരി ഗഫൂറെ. ഇയാളെ കണ്ട് പറഞ്ഞിട്ട് തന്നെ ബാക്കി കാര്യം. എന്താ സാറ് മനസ്സിലാക്കിയത്? നോക്കിക്കോ, സാറിന്റെ തൊപ്പി ഞങ്ങൾ തീർപ്പിക്കും. അത് പിന്നെ മൊയ്തീനെ കെട്ടിയോ കുമ്മ കൊടുത്തെന്നുള്ളത് നേരാണ്. പക്ഷേ അടുത്ത വീട്ടിലെ നാസറിന്റെ കെട്ടിയോ കാണുന്നത് മാത്രം.